ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് റെസിപ്പി വീഡിയോ ആണെങ്കിലും ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എൻ്റെ വാപ്പയാണ് കുക്ക് ചെയ്യുന്നത്. വാപ്പ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അത് റിലേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേതായാലും ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഏതായാലും നമുക്ക് വാപ്പയുടെ മജ്ബൂസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ മജ്ബൂസിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ 700 ഗ്രാം എടുത്തിട്ടുണ്ട്. സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഒരു വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം ഇട്ടിട്ടുള്ളത്. ഉപ്പിട്ടതിന് ശേഷം വാപ്പ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ചേർത്തത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ്. പിന്നെ ഒഴിച്ചത് ഒരു ഹാഫ് ലെമൺ ആണ്. ഹാഫ് ലെമൺ നല്ലപോലെ പിഴിഞ്ഞൊഴിച്ചു. അത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഇനി ഒരു 1/2 hour എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ റൈസ് ക്ലീനാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. റൈസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് 1.5 കപ്പ് റൈസാണ്, ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ റെസിപ്പിയിൽ ഞാൻ വെറും ഒരു അസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് അധികം പണിയൊന്നുമില്ല, ചെറിയ ചെറിയ പണികളുള്ളൂ. ഇതൊരു ഉണക്ക നാരങ്ങ ജസ്റ്റ് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പിഞ്ച് ഉലുവ വെള്ളത്തിലിടാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടിങ് പണികളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ടൊമാറ്റോ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 മുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക് ഒരു 7 അല്ലി ചതയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഞാനൊരു പൊട്ടാറ്റോ കൂടി ഒന്ന് ഫിംഗർ ടൈപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണെന്നാണ് വാപ്പ പറഞ്ഞിട്ടുള്ളത്. അത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വാപ്പ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി പൊട്ടാറ്റോ എടുത്ത് മാറ്റിയതിന് ശേഷം സെയിം ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇടുന്നത്. അപ്പോൾ അതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ട് ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. ഇവിടെ 2 ബേ ലീവ്സ്, 3 ഏലയ്ക്ക, ഉള്ളത് ഒരു 5 to 6 കരയാമ്പൂ. ഇതെല്ലാം ചേർക്കുന്നത് നമ്മളൊരു പ്രഷർ കുക്കറിലേക്കാണ്. ആദ്യം ഇതെല്ലാം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓയിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഈർപ്പം കളയുന്നുണ്ട്. നേരത്തെ കുറച്ച് ഉലുവ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഉലുവ മാത്രം എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം പിന്നെയാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉലുവ ഇട്ടതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത് മഞ്ഞളിട്ടിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് ലേശം ഇതിൻ്റെ പൊടി, മല്ലിപ്പൊടി, ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ജീരകം ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ വീതം. ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, പിന്നെ പച്ചമുളക്. ക്യാമറ ഓൺ ആക്കുന്ന മുന്നേ വാപ്പ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതിന് ശേഷം ഉലുവയുടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ്. അവിടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആ ചിക്കൻ ഫ്രൈയിലുള്ള ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് വേണം അത് നല്ലപോലെ ഒന്ന് മൂടിയെടുത്ത് വെക്കാൻ. അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് തന്നെ വരാം. അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്ക നാരങ്ങയാണ്. അത് വെള്ളത്തോട് കൂടി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്കുള്ള വെള്ളം ഇട്ട് കൊടുക്കുക. നമ്മൾ 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് ടോട്ടൽ. അപ്പോൾ ആദ്യം 2 കപ്പ് വെള്ളം ആഡ് ചെയ്തു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കണക്ക് ഞാൻ പറയുന്നത് 1.5 കപ്പ് അരിയുടെയാണ്. 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം, അതിൽ 2 കപ്പ് നമ്മളിപ്പോൾ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മസാലയിൽ ഇടാൻ പോകണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മസാലയ്ക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പീസ് എല്ലാം നമുക്ക് മസാലയിൽ മുങ്ങി കിടക്കണം. ഇനി ഉപ്പിന് വല്ല കുറവുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്ത് റെഡിയാക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് എടുത്ത് മാറ്റാൻ മറന്നു പോകരുത്, പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, മറന്നു പോകരുത്. അപ്പോൾ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
കോഴി എടുത്തിട്ട് സെപ്പറേറ്റ്. അപ്പോൾ അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ചിക്കൻ എല്ലാം എടുത്ത് മാറ്റുകയാണ്. ഈ ചിക്കന് കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്തതാണല്ലോ ആദ്യം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാല പിടിച്ചാൽ മതി. ചിക്കനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നല്ലപോലെ ക്ലോസ് ചെയ്ത് വെക്കുക, എന്നാലാണ് ആ സ്മെല്ല് അതുപോലെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മസാലയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള അരി നല്ലപോലെ വാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. എഗെയിൻ നമ്മൾ വെയിറ്റ് യൂസ് ചെയ്യാതെ ജസ്റ്റ് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ടു 4 മിനിറ്റ് നേരം വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ റൈസ് ഓൾമോസ്റ്റ് ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യുമ്പം വെയിറ്റ് വെച്ചിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. അത് ഒരു ലോവസ്റ്റ് ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്ന തൊട്ട് മുന്നെയാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അതായത് ഒരു 7 മിനിറ്റ് നേരം ഞാൻ വെച്ചിട്ട് ഓഫ് ചെയ്തു. അപ്പോൾ അത് തുറക്കാൻ പോകണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റീം കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റീം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ വാപ്പ ഉണ്ടാക്കിയ മജബൂസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.